പ്രിയ കലാസ്നേഹികളെ, ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ രണ്ടാം വേദിയിൽ നടക്കുന്ന ഗാന്ധിയും ഗ്രാംഷിയും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്ന PM ഗിരീഷ് സാറിനെയും അബ്ദുൽ സലാം സാറിനെയും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈയൊരു വേദിയെ ധന്യമാക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഈയൊരു സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമസ്കാരം. നട്ടുച്ചയാണ്, ഭാഷാശാസ്ത്രമാണ്. എന്നിട്ടും ആളുകളെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സന്തോഷം. ഡോക്ടർ PM ഗിരീഷിൻ്റെ ശരീരഗാന്ധിയും ഭാഷാഗ്രാംഷിയും എന്ന് പറയുന്ന പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ടോക്കാണ്. ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു സമയത്താണ് ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട് 100 വർഷം തികഞ്ഞ ഒരു വേളയാണ്. 26/11/1925 ഗുജറാത്തി ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തിറങ്ങുന്നത്. അതേസമയം തന്നെയാണ് നമ്മുടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് നമ്മുടെ ഭരണകൂടം അദ്ദേഹത്തിൻ്റെ പേര് മാറ്റുന്നത്. ആ ഒരു ഗാന്ധിയാണെങ്കിൽ മറുപുറത്ത് ഗ്രാംഷിയാണ്. മുസോളിനിയുടെ ഭരണകൂടം ജയിലിലടച്ച 20 വർഷക്കാലം തലച്ചോർ പ്രവർത്തിപ്പിക്കരുത് എന്ന് ആഗ്രഹിച്ച, എന്നാൽ ശരീരത്തെ മാത്രം തടവിലാക്കപ്പെടുകയും തലച്ചോറ് നന്നായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരാൾ. ഈ 2 പേരെയും കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഭാഷാശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ടുള്ള അത്തരമൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അങ്ങനൊരു പുസ്തകം വായിച്ചിട്ടില്ല. ഗാന്ധിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയ രാമചന്ദ്ര ഗുഹ പോലും ഭാഷാശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ഗാന്ധിയെ വായിച്ചിട്ടില്ല. അവിടെയാണ് ശരീരഗാന്ധിയും ഭാഷാഗ്രാംഷിയും എന്ന് പറയുന്ന ഡോക്ടർ PM ഗിരീഷിൻ്റെ പുസ്തകത്തിൻ്റെ പ്രസക്തി എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നട്ടുച്ചയാണ്. നമ്മുടെ ഗവേഷണ മേഖലയിൽ നിന്ന് ഭാഷാശാസ്ത്രം അത്ര ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പോലും ആശങ്കപ്പെടുന്നൊരു കാലമാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമുണ്ടോ? ഭാഷാശാസ്ത്രത്തിൻ്റെ പ്രസക്തി പുതിയ കാലത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് അന്വേഷിച്ചുകൊണ്ട് നമുക്ക് ആ പുസ്തകത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. നന്ദി സലാം. ചത്ത ഫൈലോളജി ക്ലാസുകൾ എന്നാണ് ചങ്ങമ്പുഴ ഭാഷാശാസ്ത്രത്തിൻ്റെ ക്ലാസ്സുകളെക്കുറിച്ച് പറയുന്നത്. അന്ന് ഭാഷാശാസ്ത്രം എന്നല്ല, ഫിലോളജി അഥവാ ഭാഷാവിജ്ഞാനം എന്നാണ് പറയാറുള്ളത്. പിന്നെ അതിന് കിട്ടിയിട്ടുള്ള ഒരു ദുഷ്പേര് എന്ന് പറയുന്നത് വരണ്ട സബ്ജക്റ്റ് എന്നുള്ളതാണ്. അബ്ദുൽ സലാം സൂചിപ്പിച്ചതുപോലെ ഭാഷാശാസ്ത്രം ഇന്ത്യയെപ്പോലുള്ള എന്ന് പറയുമ്പോൾ 4 ഭാഷാ ഗോത്രങ്ങളും ഏതാണ്ട് 451 ജീവൽ ഭാഷകളും 22 ഷെഡ്യൂൾഡ് ഭാഷകളും അനേകം ക്ലാസിക് ഭാഷകളുമുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഏറെക്കുറെ ജനാധിപത്യം ഇങ്ങനെ ചുരുങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപകരിക്കുന്ന
ഓരോ ആളുടെയും കയ്യിലുണ്ടാവുന്ന ഉപകരണം എന്ന നിലയ്ക്കാണ് ഭാഷാശാസ്ത്രത്തെ ഞാൻ കാണുന്നത്. ഭാഷാശാസ്ത്രം ഭാഷയുടെ ശാസ്ത്രീയ പഠനം എന്നാണ് പറയുന്നത്. പക്ഷേ അത് ജനാധിപത്യത്തിൻ്റെ ശാസ്ത്രീയ പഠനമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതാണത്. നമ്മുടെ കയ്യിൽ ഈ ജനാധിപത്യ വിധ്വംസക പ്രവർത്തനങ്ങളോട് പൊരുതുവാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഞാൻ ഭാഷാശാസ്ത്രത്തെ കാണുന്നത് എന്നാണ് അർത്ഥം. സമൂഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യങ്ങളെ ആവിഷ്കരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഭാഷാശാസ്ത്രത്തിനുണ്ടെന്നും അത് രാഷ്ട്രീയമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഓരോരുത്തരുടെയും കയ്യിൽ കിട്ടിയിട്ടുള്ള വലിയൊരു ആയുധമാണെന്നാണ് ഈ പുസ്തകത്തിലൂടെ ഗാന്ധിയെയും ഗ്രാംഷിയെയും മുൻനിർത്തിക്കൊണ്ട് പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത് എന്നാണ് എനിക്ക് അതിനോടുള്ള പ്രതികരണമായിട്ട് പറയാൻ ഉള്ളത്. നന്ദി മാഷ്. നമുക്ക് 20 മിനിറ്റാണ് സമയം. അതുകൊണ്ട് എൻ്റെ ചോദ്യം ദൈർഘ്യമില്ലാതെ വളരെ ഷോർട്ടായിട്ട് ഞാൻ ചോദിക്കാൻ ശ്രമിക്കാം. അതിൻ്റെ അനുബന്ധങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. മാഷോട് 2 പുസ്തകങ്ങൾ, ഈ ശരീരഗാന്ധിയും അതുപോലെ തന്നെ ഭാഷാ ഗ്രാംഷിയും വരുന്നതിന് മുമ്പേ 2 നോവലുകൾ, നാനോ നോവലുകൾ എന്ന് മാഷ് തന്നെ വിശേഷിപ്പിക്കുന്ന 2 നോവലുകൾ, ഒന്ന് നീനോ അതുപോലെ തന്നെ സ്വരള. ഒന്ന് ഗ്രാംഷിയുടെ കുട്ടിക്കാലത്തെ വിളിപ്പേരാണ് നീനോ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഗാന്ധിയുടെ പ്രണയ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു നോവലാണ്. ശരിക്ക് അങ്ങനൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ആശയം എങ്ങനെയാണ് രൂപപ്പെട്ട് വന്നത്? അതിൽ നിന്ന് നമുക്ക് ശരീരഗാന്ധിയിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. അത് സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരെ ഭാഷാശാസ്ത്രജ്ഞന്മാരെന്ന രീതിയിലുള്ള പഠനങ്ങൾ വളരെ വിരളമാണ്. ഗാന്ധി ഭാഷയെക്കുറിച്ചിട്ട് ഏറെ ചിന്തിച്ച, ഏറെ കാര്യങ്ങൾ എഴുതിയ ഒരാളാണ്. എന്നാൽ ഗ്രാംഷി ആകട്ടെ പഠിച്ചത് തന്നെ ഭാഷാശാസ്ത്രമാണ്. അദ്ദേഹം 1911 മുതൽ ടൂറിംഗ് യൂണിവേഴ്സിറ്റിയിലെ ഭാഷാശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു. വളരെ പ്രസിദ്ധനായ ബർത്തോളിയുടെ ശിഷ്യനും ആയിരുന്നു. ബർത്തോളി ഗ്രാംഷി ടൂറിംഗ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന ഉടനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ഭാവിയിലെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഭാഷാശാസ്ത്രജ്ഞൻ എന്നായിരുന്നു. പക്ഷേ പാതി വഴി വെച്ചുകൊണ്ട് ഗ്രാംഷിക്ക് പൊതുവേ ഉള്ള രോഗകാരണങ്ങൾ കൊണ്ടും ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് ടൂറിംഗ് സർവകലാശാലയിൽ നിന്ന് പിരിയേണ്ടി വരികയാണ്. മാത്രമല്ല ഗ്രാംഷിയുടെ ഭാഷാശാസ്ത്ര ചിന്തകളെ ആസ്പദമാക്കിയിട്ടുള്ള പഠനങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ ഗാന്ധിയുടെ ഒരു ഭാഷാശാസ്ത്ര ദർശനത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ വളരെ വളരെ കുറഞ്ഞേ ഇന്ത്യയിൽ മറ്റ് വിദേശ സർവകലാശാലകളിലും നടക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 പേരുടെയും ഭാഷാശാസ്ത്ര ദർശനങ്ങളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ വർഷമായി ഞാൻ അതിൻ്റെ സ്രോതസ്സുകൾ അഥവാ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഗാന്ധിയുടെ ചില പുസ്തകങ്ങളും അതേപോലെ തന്നെ ഗ്രാംഷിയുടെ ചില പുസ്തകങ്ങളും, പ്രത്യേകിച്ചും തടവറ കത്തുകൾ എന്ന പേരിൽ ഗ്രാംഷി ഏതാണ്ട് 450 കത്തുകൾ എഴുതിയിട്ടുണ്ട്. ആ 450 കത്തുകളിൽ നിന്ന് 94 കത്തുകൾ എടുത്ത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് 1975 ലെനിൻ ഒരു പുസ്തകം ഇറക്കിയിരുന്നു. ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ആ തടവറ കത്തുകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഗ്രാംഷിയിലെ പച്ച മനുഷ്യൻ എനിക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിച്ചത്. വളരെ അധികം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഗ്രാംഷി സഹോദരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് 7 സഹോദരങ്ങളുണ്ട്. അതിൽ നാലാമത്തെ ആളാണ് ഗ്രാംഷി. വളരെ ചെറുപ്പത്തിൽ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹത്തിൻ്റെ അച്ഛനെ ജയിലിൽ അടച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള ദാരിദ്ര്യം, അതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രശ്നങ്ങൾ, അമ്മ ഈ മക്കളെ മുഴുവൻ നോക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ജോലിയിൽ ഏർപ്പെടുന്നു. കൊച്ചു ഗ്രാംഷി ആവട്ടെ 7 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തെക്കാൾ ശരീരഭാരമുള്ള വലിയ പുസ്തകങ്ങൾ എടുത്ത് സഹായിക്കുന്ന ഒരു ഗുമസ്തനെ സഹായിക്കുന്ന പണിയിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഗ്രാംഷിക്ക് ഒരു കൂന് ഉണ്ട്.
ഇത് ഒക്കെ സഹിച്ച് ഏതാണ്ട് 7 ലിറ ആണ് അന്ന് ശമ്പളമായിട്ട് കിട്ടുക. അത് അവർക്ക് 1 കിലോ അരി വാങ്ങുവാനുള്ള പൈസയാണ്. അത് കിട്ടുന്ന ദിവസങ്ങൾ ഗ്രാംഷി വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് വീടുകളിലേക്ക് ഓടിപ്പോകുന്നത്. ഇങ്ങനെ അതിദാരിദ്ര്യത്തിൽ നിന്ന്, അവഗണനയിൽ നിന്ന് മെല്ലെ മെല്ലെ പിടിച്ച് കയറി വരുന്ന ഒരു മനുഷ്യജീവിതം അദ്ദേഹത്തിനുണ്ടെന്നും അതുപോലെ തന്നെ മനോഹരമായ ഒരു പ്രണയം ഗ്രാംഷിക്കുണ്ട് എന്നതും ആ കത്തുകളിൽ നിന്ന് മനസ്സിലാവുകയാണ് ചെയ്തിരുന്നത്. അദ്ദേഹം റഷ്യൻ വിപ്ലവത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ 2ാമത്തെ സമ്മേളനത്തിൽ ഇറ്റലിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം സോവിയറ്റ് യൂണിയനിലെത്തുകയാണ്. ലെനിനുമായിട്ട് അദ്ദേഹത്തിന് വളരെ അധികം ദൃഢബന്ധം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് കാലാവസ്ഥയുടെയൊക്കെ പ്രശ്നം കാരണം അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. അവിടെ അദ്ദേഹത്തെ പരിചരിച്ചിരുന്ന ആളാണ് ജൂലിയ ഷുഡ്വെട്ട് എന്ന് പറയുന്ന നേഴ്സ്. അവരുമായി ഗ്രാംഷി പ്രണയത്തിൽ ഏർപ്പെടുകയും കമ്മ്യൂണിസവും പ്രണയവും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രണയത്തിൽ എഴുതിയിട്ടുള്ള ഭാഷ. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എത്ര മാത്രം വ്യക്തിശുദ്ധി പാലിക്കേണ്ടതാണ് എന്നതിൻ്റെ പ്രാഥമിക പാഠം പോലെ തുറന്നു വെച്ച ഒരു പുസ്തകമായിരുന്നു ഗ്രാംഷി എന്ന് തടവറ കത്തുകൾ വായിച്ചാൽ മനസ്സിലാക്കും. അതിലൊരു ചെറിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അദ്ദേഹം ഒരു ജയിലിൽ നിന്ന് വേറൊരു ജയിലിലേക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് അദ്ദേഹത്തെ മാറ്റുമായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഏതാണ്ട് 3000-ഓളം പുറങ്ങളുള്ള നോട്ട് അദ്ദേഹം എഴുതുന്നത് എന്നർത്ഥം. അവിടെ വെച്ച് അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ഒരാളെ പരിചയപ്പെടുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് സ്വന്തം പേരക്കുട്ടിയെ ബലാത്സംഗം ചെയ്ത് തടവറയിൽ കഴിയുന്ന ആളാണ് അദ്ദേഹം. അത് കേട്ട് മനസ്സിലാക്കിയ ഉടനെ തന്നെ അടുത്ത ദിവസം ഗ്രാംഷി അയാളെ തല്ലുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൃത്യമായൊരു വ്യക്തിജീവിതം ഏറെയൊന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് ഒരു സാഹിത്യകൃതി എഴുതണം എന്ന് തോന്നുന്നത്. കമ്മ്യൂണിസത്തിനും അതേപോലെ തന്നെ കൾച്ചറൽ ക്രിറ്റിസിസത്തിനൊക്കെ പുതിയ പുതിയ പന്ഥാവ് തുറന്നുകൊടുത്ത ഗ്രാംഷിയെക്കുറിച്ച് എഴുതുമ്പോൾ ആ മാധ്യമവും ഒരു ഉള്ളതായിരിക്കണം എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ബൃഹത്തായ നോവലിലേക്ക് പോകാതെ അത് നാനോ നോവൽ എന്ന പേരിൽ ഇറക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അതിൽ ഗ്രാംഷിയെ വലിയ ഒരു കടലിനെ എങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് പോലെയുള്ളൊരു ജീവിതമായിരുന്നു അത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഈ നോവലിലെ ഒരു അധ്യായം എന്ന് പറയുന്ന ഒരു വരിയായിരിക്കും. ആ അധ്യായത്തിൽ നിന്ന് മറ്റൊരു അധ്യായത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അത് മറ്റൊരു സംഭവത്തെ ചിത്രീകരിക്കാം. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നോവലിൻ്റെ പശ്ചാത്തലത്തിൽ കാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാലത്തെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി അധ്യായ വിഭജനം ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ അധ്യായനത്തിൻ്റെ എണ്ണം ഗ്രാംഷിയുടെ വയസ്സാണ്. ഇതാണ് ഗ്രാംഷിയെ മാത്രമല്ല ഗ്രാംഷിയുടെ കുട്ടിക്കാലവും ഗ്രാംഷിക്കുള്ള പ്രണയത്തെയും ആവിഷ്കരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഗ്രാംഷിയിലെ നന്മയുള്ള വിശുദ്ധിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ആവിഷ്കരിക്കണം എന്നതിൻ്റെ പേരിലാണ് നീനോ എന്നുള്ള നാനോ നോവൽ എഴുതി. ഇനി അതുപോലെ തന്നെ സരളാദേവി ചതുർധരണിയുമായിട്ട് ഗാന്ധിക്കുണ്ടായിരുന്ന പ്രണയം, ഗാന്ധി അവരെ വിശേഷിപ്പിച്ചിരുന്നത് മൈ സ്പിരിച്വൽ വൈഫ് എന്നായിരുന്നു. അഗാധമായ പ്രണയത്തെ എങ്ങനെ പ്രകടിപ്പിക്കാം എന്ന് നമുക്ക് സരളാദേവി ചതുർധരണിയുടെയും ഗാന്ധി അവർക്ക് എഴുതിയ കത്തുകളിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണ് സരളാദേവി ചതുർവേണി. അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മരുമകളായിരുന്നു. അസാമാന്യ ധൈര്യവും അസാമാന്യ ബുദ്ധിശക്തിയും അസാമാന്യമായ സൗന്ദര്യമുള്ള ചതുർധരണിയുമായി ഗാന്ധി പ്രണയത്തിലാവുകയും ചെയ്തിരുന്നു. ഈ കാര്യം ഒക്കെ പ്രണയ ഭാഷയിൽ എഴുതണമെന്ന തോന്നലാണ് സ്വരള എന്ന പേരിൽ അതും നാനോ നോവലിൻ്റെ രീതിയിൽ ആവിഷ്കരിച്ചത് എന്ന് തോന്നുന്നു. ഇത് പഠനത്തിൻ്റെ ഞാൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷമാണ് ഈ പുസ്തകം ഇറങ്ങിയത്. അതിൻ്റെ തൊട്ട് മുമ്പേ എഴുതിയിട്ടുള്ള നോവലുകളാണ് ഗ്രാംഷിയും ഗ്രാംഷിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നീനോ എന്ന നാനോ നോവലും അതുപോലെ തന്നെ ഗാന്ധിയുടെയും സരളാദേവി ചതുർവേണിയുടെയും പ്രണയത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള
സ്വരള എന്നുള്ള നോവലും. ഇതിൽ ആ രണ്ട് കൃതിയിലും അവരുടെ ഒരു വൈകാരികമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള ബോണ്ടേജുകളെ ചിത്രീകരിക്കുന്ന സന്ദർഭത്തിൽ ഭൗതികമായി ലോകത്തെ, ഭാഷയെ, ദർശനത്തെ എങ്ങനെ കണ്ടു എന്ന് അടയാളപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു മാഷ്. മാഷെ, തടവറ കത്തുകളെക്കുറിച്ച് പറയുമ്പോൾ അതിലും ഒരു പ്രത്യേകതയുണ്ട്. കാരണം 75 വർഷം ഇറ്റാലിയൻ ഭാഷയിൽ അത് പ്രസിദ്ധീകൃതമായിട്ട് 75 വർഷമായി. ഇംഗ്ലീഷിലാണെങ്കിൽ 50 വർഷവും. നമ്മൾ ഗ്രാംഷിയെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഗ്രാംഷ്യൻ വിചാര വിപ്ലവം എന്ന് പറയുന്ന പുസ്തകത്തിലേക്കൂടിയാണെന്ന് തോന്നുന്നു. PGയും അതുപോലെ തന്നെ EMSും കൂടി സംയുക്തമായിട്ട് എഴുതിയ പുസ്തകം. പിന്നെ അതുപോലെ തന്നെ ഗ്രാംഷിക്ക് അധീശത്വം എന്ന് പറയുന്ന വാക്ക് ലെനിൻ്റെ ഒരു സങ്കല്പമാണ് എന്നും കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മാഷ് പലപ്പോഴും പെരിയാറിനെ കുറിച്ച് എഴുതുന്നു, ഗ്രാംഷിയെക്കുറിച്ച് എഴുതുന്നു, ഗാന്ധിയെക്കുറിച്ച് എഴുതുന്നു. പക്ഷേ ഇവരോടൊക്കെ രാഷ്ട്രീയ ജീവിതമല്ല, ഭാഷാ ജീവിതമാണ് മാഷ് എഴുതുന്നത്. ശരിക്കും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ഭാഷാ ചരിത്രം അല്ലെങ്കിൽ അത്തരമൊരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യം ഒരു പുതിയ കാലത്തുണ്ടോ? അല്ലെങ്കിൽ ഭാഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എൻ്റെ ചോദ്യം. അതെ, തീർച്ചയായും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് പെരിയാറിനെക്കുറിച്ച്, പെരിയാറിൻ്റെ ഭാഷാ ദർശനത്തെക്കുറിച്ച് ഞാൻ എഴുതിയ ലേഖനം. അതുപോലെ തന്നെ ഗാന്ധിയൻ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്ന, ഗ്രാംഷ്യൻ ലിംഗ്വിസ്റ്റിക്സ് എന്നൊരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്ന ഈ പുസ്തകം എന്ന് പറയുന്നു. നമ്മൾ ഒരു ഭാഷാശാസ്ത്രജ്ഞരെ സമീപിക്കുകയാണെങ്കിൽ അവരുടെ അറിവ് ചിലപ്പോൾ ബുക്കിഷാവാം. കുറേയധികം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കാം. എന്നാൽ ഈ രാഷ്ട്രീയ നേതാക്കൾ നിരന്തരം സദാ ജാഗ്രതയോടുകൂടി ജനങ്ങളുമായി സംവദിക്കുന്നതിൻ്റെ ഫലമായി ഭാഷയും ദേശവും സംസ്കാരവും എങ്ങനെയാണ് പരസ്പരം ഒത്തിരിക്കുന്നതെന്നും ആ ഒത്തിരിപ്പിനെ എങ്ങനെയാണ് ഭരണകൂടങ്ങൾ തകർത്തെറിയുന്നതെന്നും നേരിട്ട് മനസ്സിലാക്കിയ ആളുകളാണ്. സാധാരണ ഭാഷയും സമൂഹവുമായി ബന്ധപ്പെടുന്ന ഭാഷാശാസ്ത്ര ശാഖയെ നമ്മൾ സാമൂഹിക ഭാഷാശാസ്ത്രം അഥവാ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്നാണ് പറയുക. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ഭാഷാശാസ്ത്രം ആണെന്നാണ് ഞാൻ വിശേഷിപ്പിക്കാറുള്ളത്. കാരണം അത് സാമൂഹിക വൈവിധ്യങ്ങളെ, ബഹുസ്വരതയെ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കാറ്. അവിടെ നിന്ന് അല്പം കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഭാഷാശാസ്ത്രം എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഷയുടെ ഉൾക്കരുത്തോടുകൂടി, അതായത് സമൂഹത്തിൻ്റെ വാതിലുകൾ എന്ന നിലയ്ക്ക് ഭാഷയെ കാണുന്ന ലോക നേതാക്കളുടെ ദർശനവും പാഠ്യപദ്ധതിയുടെയും സാമാന്യ ജനങ്ങളുടെയും വായനയിലേക്ക് വരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരെ കുറിച്ചിട്ടും എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷേ യാഥാസ്ഥികരായിട്ടുള്ള ഭാഷാശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ലിംഗ്വിസ്റ്റുകൾ ഇതൊന്നും അംഗീകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. എന്ത് ഗാന്ധിയൻ ലിംഗ്വിസ്റ്റിക്സ്, ഗാന്ധി എങ്ങനെ ഭാഷയെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടോ നോക്കണം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇന്നിപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മതസ്പർദ്ധയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഹിന്ദു ജാതികളും അതേപോലെ തന്നെ മുസ്ലിങ്ങളും അവർ ഭാവിയിൽ എങ്ങനെ കഴിയണം എന്നും അതിന് തത്തുല്യമായിട്ടുള്ള അവരുടെ പാരസ്പര്യത്തെ പ്രകടിപ്പിക്കുന്ന ഒരു ഭാഷ അദ്ദേഹം സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ തന്നെ പരികൽപ്പന ചെയ്തു എന്നതിൻ്റെ ഏറ്റവും മഹത്തായ ഉദാഹരണമാണ് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത് അദ്ദേഹം ഗംഗയും യമുനയുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറയുന്നത്. ഗംഗ ഹിന്ദിയാണെങ്കിൽ ഉറുദുവാണ് അദ്ദേഹം യമുന എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സംസ്കൃത പദങ്ങൾ ഉള്ള ഹിന്ദിയും അറബിക് പേർഷ്യനുടെ ചായ്വുള്ള ഉറുദും തമ്മിൽ സമ്മേളിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യങ്ങളെ മുഴുവനും അഡ്രസ്സ് ചെയ്യുന്ന ഒരു ലിംഗോ ഫ്രാങ്ക, അതായത് ഒരു ഇണക്ക് ഭാഷയായിരിക്കണം ഇന്ത്യയുടെ ദേശീയ ഭാഷ. അത് പറഞ്ഞത് ഒരു ലിംഗ്വിസ്റ്റ് അല്ല, അത് പറഞ്ഞത് ഗാന്ധിയാണ്. അങ്ങനെയുള്ള ഒരാളെ അപ്ലൈഡ് ലിംഗ്വിസ്റ്റ് എന്നല്ലാതെ മറ്റെന്താണ് ഒരു ഭാഷാ വിദ്യാർത്ഥിയായ ഞാൻ വിളിക്കേണ്ടത് എന്നാണ് ഞാൻ എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം.
ആ സന്ദർഭത്തിൽ തന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന 2 ഭാഷാശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു അറിയാം. ഒന്ന് സുനീതകുമാർ ചാറ്റർജിയാണ്, ബംഗാളിൽ നിന്ന് പൊളിറ്റീഷ്യനായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള LV രാമസ്വാമി അയ്യർ. സുനീതകുമാർ ചാറ്റർജി പോലും ബഹുമാനിച്ച ആളായിരുന്നു LV രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന ആൾ. സുനീതകുമാർ ചാറ്റർജിയും ഗാന്ധിയും തമ്മിലുള്ള ഒരു സംവാദമുണ്ട്. ആ സംവാദം കൂടി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ, ഹിന്ദുസ്ഥാനി ഇന്ത്യയുടെ ഇണക്ക് ഭാഷയാവണം, അല്ലെങ്കിൽ പിന്നെ ദേശീയ ഭാഷയാകണം എന്ന് ഗാന്ധി പറഞ്ഞപ്പോൾ ഗാന്ധിയെ നേരിട്ട് കണ്ടിട്ടുള്ള സുനീതകുമാർ ചാറ്റർജി പറയുന്നു, അത് സാധ്യമല്ല. ഒരു ഭാഷാശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ദർശനം എന്ന് പറയുന്നത് അപ്രായോഗികമാണെന്ന് ഗാന്ധിയോട് നേരിട്ട് പറയുന്നു. ഗാന്ധി എല്ലാം കേട്ടതിന് ശേഷം സുനീതകുമാർ ചാറ്റർജിയോട് ചോദിക്കുന്നത്, വൈ കാൺ വി പ്രാക്ടീസ് ഇറ്റ് ഈസ്, എന്തുകൊണ്ട് നമുക്കത് പ്രയോഗിച്ചുകൂടാ എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ പ്രയോഗം നടന്നില്ല. ഇന്ന് നമ്മൾ ഗാന്ധിയുടെ പേര് പറഞ്ഞിട്ട് അമിത്ഷാ പറയും, ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഹിന്ദിയാണ് ദേശീയ ഭാഷ ആക്കേണ്ടതെന്ന്. അമിത്ഷാ പറയുന്ന ഹിന്ദിയല്ല ഗാന്ധിയുടെ ഹിന്ദുസ്ഥാനി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യത്യാസമുണ്ട്. അതൊരു സെക്കുലറിസത്തിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുസ്ഥാനി എങ്കിൽ, നമുക്കറിയാം മധ്യേഷ്യയിലെ വെള്ള ബ്രാഹ്മണരുടെ ഹൈലി സാൻസ്ക്രിറ്റ് ആയിട്ടുള്ള ഗഡീബോലി പോലുള്ള ഭേദങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹിന്ദിയാണ് ദേശീയ ഭാഷയായിട്ട് മുന്നോട്ട് വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാഷി പുസ്തകത്തിൽ ഉപയോഗിച്ച ഒരു ഭാഷാശാസ്ത്ര ടൂള് എന്ന് പറയുന്നത് ഉടലറിവാണ്. പലപ്പോഴും ഉടലറിവ് എന്ന് പറയുന്നത് ഫെമിനിസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ശരിക്കും എന്താണ്, നമ്മുടെ ശരീരമാണ് എല്ലാ അറിവിൻ്റെയും ആധാരം എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഈ ഉടലറിവ് എന്ന് പറയുന്ന ചിന്ത കടന്നു വന്നത്. ശരിക്കും എന്താണ് ഉടലറിവ്? എങ്ങനെയാണ് ഗാന്ധിയെയും ഗ്രാംഷിയെയും നമ്മളൊരു ഫ്രെയിമിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുക? അല്ലെങ്കിൽ എന്താണ് ഫ്രെയിം? ഓക്കെ, അത് വിശദീകരിക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ വിജ്ഞാന ലോകം, നമ്മുടെ ശാസ്ത്രലോകം, നമ്മുടെ മറ്റ് പല ലോകവും തന്നെ വെസ്റ്റേൺ എൻലൈറ്റ്മെൻറ്റ് യുക്തി അഥവാ പാശ്ചാത്യ പ്രബുദ്ധതയുടെ ഔട്ട്പുട്ടാണെന്ന് പറയാനായിട്ട് സാധിക്കും. അത് പലപ്പോഴും തന്നെ പല ബൈനറികളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ ബൈനറിക്കെതിരായിട്ട്, അതായത് വെസ്റ്റേൺ എൻലൈറ്റ്മെൻറ്റ് യുക്തിബോധത്തിന് എതിരായിട്ട് കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റുകൾ അഥവാ ദൈക്ഷണിക ശാസ്ത്രജ്ഞർ മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുള്ള ഒരു പരികല്പനയാണ് എംബഡീഡ് കൊഗ്നീഷൻ. അഥവാ ആ എംബഡീഡ് കൊഗ്നീഷനെയാണ് ഞാൻ ഉടൽ അറിവ് എന്ന് പറയുന്നത്. നമ്മുടെ അറിവ് എങ്ങനെ ഉണ്ടാകുന്നു? അറിവ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് ആശയപ്രപഞ്ചമാണ് എന്നുള്ളൊരു ഹൈപ്പോത്തീസിസ് ആണ് ഇവിടെ വയ്ക്കുന്നത്. അതായത് ശരീരം സാമൂഹിക ചുറ്റുപാടുകളുമായി ഇടപെടുന്നതിൻ്റെ ഫലമായിട്ട്, സാംസ്കാരിക ചുറ്റുപാടുകളുമായി ഇടപെടുന്നതിൻ്റെ ഫലമായിട്ട്, പാരിസ്ഥിതിക അവബോധവുമായിട്ട് ഇടപെടുന്നതിൻ്റെ ഫലമായിട്ട് ആർജിക്കുന്ന സങ്കല്പനങ്ങളാണ് നമ്മുടെ ഭാഷയായി പിറക്കുന്നത് എന്നുള്ള അടിസ്ഥാന ധാരണയാണ് ഈ ഉടൽ അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ശരീരം എന്ന് പറയുന്നത് ഏകതാനത ഉള്ള ഒന്നല്ല. പല പല ശരീരങ്ങളുടെ ഏകകേന്ദ്രീകൃതമായിട്ടുള്ള അവസ്ഥയാണ് ഓരോ വ്യക്തി. വേറൊരു തരത്തിൽ പറഞ്ഞാൽ പല ശരീരങ്ങളുടെ ഏക ശരീരമാണ് വ്യക്തി എന്ന് പറയുന്നത്. നമുക്കൊരു സാമൂഹ്യ ശരീരമുണ്ട്, അതുപോലെ തന്നെ സാംസ്കാരിക ശരീരമുണ്ട്, ഹരിത ശരീരമുണ്ട്, എങ്ങനെ പല പല തലത്തിലുള്ള ശരീരം, ഒരു ഫിനോമിനോളജിക്കൽ ശരീരം കൂടി നാം അറിഞ്ഞ് അനുഭവിക്കുന്ന ഒരു ശരീരമുണ്ട്. അതായത് ശിശുക്കളിൽ നിന്ന് ഓരോ വർഷം കഴിയുമ്പോഴും വളർന്ന് വികസിച്ച് വരുന്ന ഒരു ശരീരത്തിൻ്റെ ഉടമയാണ് നാം. അതുപോലെ തന്നെ നാം ഓരോരുത്തരും നമ്മുടെ ശരീരത്തെ എങ്ങനെ അനുഭവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ശരീരമുണ്ട്. ഈ പറഞ്ഞ പലതരത്തിലുള്ള സാഹചര്യങ്ങളുമായിട്ട് ശരീരം സംവദിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ആശയപ്രപഞ്ചം എന്ന് പറഞ്ഞത്. ഇതിൽ ഞാൻ ശരീരഗാന്ധി എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പദം. ഉടലിനെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് രക്തരഹിതമായ വിപ്ലവം നയിച്ചുകൊണ്ട് ഇന്നും ശരീരത്തെ ആസ്പദമാക്കിയിട്ടുള്ള പലതരത്തിലുള്ള സമരമാർഗങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഗാന്ധിയെ ശരീരഗാന്ധി എന്നല്ലാതെ മറ്റൊരു പേരിട്ട് വിളിക്കുവാൻ ഈ കോഗ്നിറ്റീവിസം അഥവാ ഉടലറിവിൻ്റെ ബോധം എന്നെ അനുവദിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. ഓക്കെ മാഷ്, എനിക്ക് തോന്നുന്നു മാഷ് ഈ ശരീരങ്ങളെ 5 തരമായിട്ട് വർഗീകരിച്ചത് മാർക്ക് ജോൺസിൻ്റെ ഒരു ഐഡിയോളജി വെച്ചിട്ടാണ് തോന്നുന്നു.
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിയെക്കുറിച്ച് പറയുമ്പം ഗ്രാംഷി പറഞ്ഞൊരു ആശയമുണ്ട്, വാർ ഓഫ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു ആശയം. അതുമായിട്ട് കൂട്ടിയോജിപ്പിക്കാമെന്ന് തോന്നുന്നു നമുക്ക് ഗാന്ധിയുടെ ചില പ്രവർത്തന മണ്ഡലങ്ങളെ. ഗ്രാംഷിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാഠ്യ പദ്ധതികളിൽ എത്രത്തോളം, അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തടക്കമാണ് ചോദിക്കുന്നത് കേട്ടോ, എത്രത്തോളം കടന്നു വന്നിട്ടുണ്ട് ഗ്രാംഷ്യൻ ചിന്താരീതികൾ. മാത്രമല്ല നമ്മുടെ ഈ പണ്ടൊക്കെയാണെങ്കിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസ സിലബസുകളിൽ, മലയാളത്തിൻ്റെയൊക്കെ സിലബസിൽ ഒരുപാട് വ്യാകരണ സംബന്ധമായ ഭാഷാ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതങ്ങനെ കാണുന്നില്ല. ഗ്രാംഷിയുടെ അഭിപ്രായത്തിൽ ആദ്യം വ്യാകരണം, പിന്നെ നിഘണ്ടു, അത് കഴിഞ്ഞിട്ട് അടിസ്ഥാന പദാവലി എന്നുള്ള ഒരു ആശയമാണ് ഗ്രാംഷി കൊണ്ടുവരുന്നത്. ശരിക്കും അത് പ്രസക്തമല്ലേ ഒരു ഗാന്ധിയൻ ഭാഷാശാസ്ത്രം, ഗ്രാംഷ്യൻ ഭാഷാശാസ്ത്രം കുട്ടികൾക്കിടയിൽ തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള സിലബസിലേക്ക് വരെ കടന്നു വരേണ്ടതല്ലേ? അതൊരു കാലഘട്ടത്തിൻ്റെ കൂടി ആവശ്യമല്ലേ? അവിടെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ആദ്യം വ്യാകരണം, പിന്നെ അടിസ്ഥാന പദാവലി, പിന്നെ അതിൻ്റെ മറ്റ് തലങ്ങളിൽ സാഹിത്യം, ബാലസാഹിത്യം. അത് യഥാർത്ഥത്തിൽ രണ്ടാം ഭാഷയുടെ പഠനത്തിലാണ്, സെക്കൻഡറി ലാംഗ്വേജ് ലേണിങ്ങിലാണ് ഗ്രാംഷി പറഞ്ഞിട്ടുള്ള ഈ കാര്യം പ്രസക്തമാകുന്നത്. ഗ്രാംഷിയുടെ തടവറ കത്തുകളിൽ ഗ്രാംഷി ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു, ജർമ്മൻ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു, റഷ്യൻ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇതിനെ ഗ്രാംഷി തടവറയിൽ കഴിഞ്ഞപ്പോൾ ഗ്രാംഷിക്ക് ആവശ്യമുള്ള ക്ലാസിക്കുകളും ലിറ്ററേച്ചറും അതേപോലെ വ്യാകരണ ഗ്രന്ഥങ്ങളും ഒക്കെ തന്നെ എത്തിച്ചു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയായിട്ടുള്ള തദന്യ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ തദന്യയോട് അദ്ദേഹം ആവശ്യപ്പെടുന്ന ഏറ്റവും പുതിയ നിഘണ്ടു തരൂ, എനിക്ക് പുതിയ ഭാഷ പഠിക്കണം. അപ്പോൾ രണ്ടാം ഭാഷ പഠിക്കാനുള്ള ഒരു ബോധന മാർഗമായിട്ടാണ് ഗ്രാംഷി അങ്ങനെ സൂചിപ്പിച്ചത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ സിലബസിൽ സെക്കൻഡ് ലാംഗ്വേജ് ലേണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗം. ആദ്യം നമ്മൾ ബേസിക് ഗ്രാമർ, പിന്നെ അതിൻ്റെ ബേസിക് വെക്കാബുലറി, തന്നെ സെൻറ്റൻസ് സ്ട്രക്ചറിലേക്ക് പോകുന്ന രീതി തന്നെയാണ് കാണുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. ഇതിനോടൊപ്പം തന്നെ ഈ തദന്യ യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഗ്രാംഷി ജയിലിൽ വെച്ച് തന്നെ രോഗബാധിതനാവുകയും അദ്ദേഹത്തിൻ്റെ ജയിൽവാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ സാനിറ്റോറിയത്തിലേക്ക് മാറ്റി അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ആ സന്ദർഭത്തിൽ തദന്യ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ നോട്ട് പുസ്തകങ്ങൾ 30ഓളം നോട്ട് പുസ്തകങ്ങളുണ്ട്. ഈ നോട്ട് പുസ്തകങ്ങൾ മുഴുവനും തന്നെ മോസ്കോയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ നിന്ന് അത് വീണ്ടും ഇറ്റലിയിലേക്ക് കൈമാറുകയും 1948 ഇതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം വരുന്നത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് നേരത്തെ ചോദിച്ചാൽ എന്തുകൊണ്ട് ഗ്രാംഷി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകൾ വായിച്ചില്ല എന്നുള്ളത്. അവിടെ തന്നെ അത് വളരെ ലേറ്റായിട്ടാണ് ഇംഗ്ലീഷിലേക്ക് ഗ്രാംഷി ആവിഷ്കരിക്കപ്പെടുന്നത്. ഇംഗ്ലീഷിലേക്ക് ആവിഷ്കരിക്കപ്പെട്ടതോടുകൂടി ഇന്ത്യൻ സർവകലാശാലകളിൽ അതേപോലെ വിദേശ സർവകലാശാലകളിലും ഗ്രാംഷി കൾച്ചറൽ ക്രിട്ടിക് എന്ന രീതിയിൽ പ്രതിഷ്ഠ നേടി. അതുപോലെ തന്നെ ഭാഷാശാസ്ത്ര വകുപ്പുകളിൽ CDA അഥവാ ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് അഥവാ വിമർശനാത്മക വ്യവഹാര അപഗ്രഥനത്തിൻ്റെ പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് ഗ്രാംഷിയൻ പരികൽപ്പനയായ അതീശത്വം, സിവിൽ സമൂഹം, രാഷ്ട്രീയ സമൂഹം മുതലായ കാര്യങ്ങളാണ്. ആ അർത്ഥത്തിൽ കൂടി ഗ്രാംഷിയെ അക്കമഡേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, EMS ഗാന്ധിയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഗ്രാംഷിയെ വായിച്ചതിന് ശേഷമാണ് അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ അതിൻ്റെ അവസ്ഥ അങ്ങനെയാവാൻ സാധ്യത ഇല്ല എന്നുള്ളത്. അതായത് മാർക്സിസ്റ്റുകൾ ഗ്രാംഷിയെ ലേറ്റായിട്ട് വായിച്ചത് നമ്മുടെ സാമൂഹിക ചലനാത്മകതയെ കൂടി ബാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാൻ. നമ്മുടെ സമയം 2:15 എങ്കിലും ഒരൊറ്റ ചോദ്യം കൂടി, അവസാനം ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. കാരണം മാഷ് ഭാഷാശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെയർമാനാണ്. പലപ്പോഴും നമ്മുടെ അക്കാദമിക് മേഖല എന്ന് പറയുന്നത് കൾച്ചറൽ സ്റ്റഡീസ്, അതുപോലെ തന്നെ ക്യൂർ പഠനങ്ങൾ, അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങൾ തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് മാഷുടെ ഉടലറിവിനെക്കുറിച്ചുള്ള ചിന്തകളും അതുപോലെ തന്നെ ന്യൂറോ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മാതൃഭൂമി അടക്കമുള്ള മാഗസിനുകളിൽ വരുന്നതും അതിനെ കുറച്ചും കൂടി ഇത്തരം വിഷയങ്ങളെ കുറച്ചും കൂടി ജനകീയവൽക്കരിക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം സാധ്യതയുണ്ട് ഇത്തരം വിഷയങ്ങൾക്ക് നമ്മുടെ അക്കാദമിക മേഖലകളിൽ? ഞാനത് സാധ്യതയുണ്ടെന്നേ പറയുള്ളൂ. അതാണ്, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കാരണം ഇപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നമുക്ക്
അനുപാതം അല്ലെങ്കിൽ അനുകരണം അഥവാ കാരുണ്യം, മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ തരുന്നതിന് വേണ്ടി ഒരു പ്രത്യേക നാഡി മനുഷ്യ മസ്തിഷ്കത്തിലുണ്ടെന്ന് പറയും. അതിനെ മിറർ ന്യൂറോൺ എന്നാണ് ഇറ്റാലിയിലെ പർമ യൂണിവേഴ്സിറ്റിയിലെ വിറ്റോറിയ ഗലാസയും അതേപോലെ തന്നെ റൊസാലിറ്റിയും പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സമൂഹ മസ്തിഷ്കത്തിലെ മിറർ ന്യൂറോണാണ് ഗാന്ധി. എനിക്ക് തോന്നുന്നു VS സാന്റിയാഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുണ്ടായിരുന്ന ഇപ്പോഴും പ്രൊഫസറായിട്ടുള്ള VS രാമചന്ദ്രൻ എന്ന ഇന്ത്യക്കാരൻ വേദനയ്ക്ക് വേണ്ടി ഒരു നാഡീകോശത്തെ കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം അതിനിട്ടിരുന്ന പേര് ഗാന്ധി ന്യൂറോൺ എന്നാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിന് ഗാന്ധി ന്യൂറോൺ എന്ന് പേരിട്ടിരിക്കുന്നത്? VS രാമചന്ദ്രൻ പൊതുവേ ഒരു ഇന്ത്യൻ സ്പിരിറ്റുള്ള ആളാണ്. ആ ഇന്ത്യൻ സ്പിരിറ്റിനെ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കാണുന്ന ഒരു ലോക നേതാവിൻ്റേതല്ലാതെ മറ്റെന്ത് പേരാണ് ഞാൻ ഇതിന് ഇടേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ സാമൂഹികമായ മാറ്റങ്ങളെയും വളരെ സൂക്ഷ്മമായ രീതിയിൽ അളന്ന് മനസ്സിലാക്കുവാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ന്യൂറോ ശാസ്ത്രത്തെ ഉപയോഗിക്കാൻ പറ്റുമെന്നതിന് മാതൃകകളുണ്ട്. ആ മാതൃകകളെ മലയാളത്തിൽ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ജോർജ് ലെക്കോഫിനെ പോലുള്ള ആളുകൾ ജനാധിപത്യത്തിനു വേണ്ടി സമരം ചെയ്യുന്നതും ജനാധിപത്യത്തിന് വേണ്ടി ഭാഷാശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ വിദേശ നയത്തെയും അമേരിക്കൻ പ്രസിഡന്റുമാരെയും നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഇലക്ഷൻ വരുന്ന സന്ദർഭത്തിൽ ഭരണകൂടം ചെയ്യുന്നത് ജനങ്ങൾക്കിടയിലേക്ക് ധാരാളം മെറ്റഫറുകളെ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ദേശീയതുമായി ബന്ധപ്പെട്ടുള്ള മെറ്റഫറുകളാണ്. ഇതാ ശത്രുരാജ്യം നമ്മളെ കീഴടക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള മെറ്റഫേഴ്സാണ്. ആദ്യം അയക്കുന്നത് വിമാനങ്ങളല്ല, ആദ്യം അയക്കുന്നത് സമ്മാനപ്പൊതികളല്ല, ഈ മെറ്റഫേഴ്സാണ്. മെറ്റഫേഴ്സ് എപ്പോഴും തന്നെ നമ്മളെ പലപ്പോഴും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയും കീഴടക്കിക്കൊണ്ടിരിക്കുന്നതും ആണെന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ തരത്തിൽ ഭരണകൂടങ്ങളുടെ അധീശത്വപരമായ അധികാര വ്യവസ്ഥയെക്കുറിച്ചും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് ഗ്രാംഷിയുടെ പ്രസക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അദ്ദേഹത്തിന് ഹെഗിമണിക്ക് ധാരാളം തർജ്ജമകൾ മലയാളത്തിലുണ്ട്. അതായത് നമ്മൾ പറയും അത് മേൽക്കോയ്മയാണ്, സ്വാധീനത അധീശത്വമാണ്, അങ്ങനെ പലതരത്തിലുള്ള അധീനതകളുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഭരണകൂടത്തിന് ജനങ്ങളുടെ മേലെ ഒരു നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി അവർക്ക് ഒരു നിയമം പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പാർലമെൻറ്റിലോ അല്ലെങ്കിൽ നിയമസഭയിൽ അത് പാസ്സാക്കിയാൽ മതി. അല്ലെങ്കിൽ അവരുടെ മർദ്ദനോപാധികളായിട്ടുള്ള പോലീസ്, പട്ടാളം, നീതിന്യായ വ്യവസ്ഥ, കോടതി മുതലായവയിലൂടെ അത് പ്രാവർത്തികമാക്കിയാൽ മതി, അല്ലെങ്കിൽ സിലബസിലൂടെ പ്രാവർത്തികമാക്കിയാൽ മതി. എന്നാൽ അവർ ഇത് പ്രാവർത്തികമാക്കുന്നതിന് മുമ്പേ മെറ്റഫറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ജനങ്ങളുടെ ആവശ്യമാണെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കുവാനാണ് ശ്രമിക്കുന്നത്. അതാണ് അധീശത്വം എന്ന് പറയുന്ന കാര്യം. ഈ അധീശത്വത്തിൻ്റെ വേറൊരു വശമാണ് ഗാന്ധി സ്വരാജിലൂടെ കാണിക്കാനായിട്ട് ശ്രമിച്ചത്. എന്താണ് സ്വരാജിൻ്റെ അർത്ഥം? നിങ്ങൾ സാക്ഷരത കൊടുക്കുക, ജനങ്ങൾക്ക് സാക്ഷരത കൊടുക്കുക. എങ്ങനെ സാക്ഷരത കൊടുക്കുക? ഭരണകൂടത്തിൻ്റെ അധികാര പ്രത്യയശാസ്ത്രങ്ങളെ തിരിച്ചറിയുവാനുള്ള ലിറ്ററസി കൊടുക്കുക എന്നതാണ് സ്വരാജിൻ്റെ അർത്ഥം. അത് തന്നെയാണ് ഗ്രാംഷി അധീശത്വം എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തടവറ കത്തുകളിൽ ഗാന്ധിയെക്കുറിച്ചൊരു പരാമർശമുണ്ട്. അതിൽ ഗാന്ധിയുടെ ഒരു സത്താവാദം എന്നുള്ളൊരു രീതിയിലാണ് ഗ്രാംഷി കാണുന്നത്. അതുപോലെ തന്നെ ഗ്രാംഷിയുടെ കത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പറയുന്നതിൽ അർത്ഥമില്ല. പരാമർശിക്കപ്പെടുന്ന മറ്റൊരു പേര് രവീന്ദ്രനാഥ ടാഗോർ എന്ന പേരാണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അവസ്ഥ, അതേപോലെ തന്നെ ഇന്ത്യൻ സാഹചര്യവും ഭാഷാപരമായി നോക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ സാഹചര്യവും ഏറെക്കുറെ സമാനതകളുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റും. ഇന്ത്യയിൽ വ്യത്യസ്തമായ ബഹുഭാഷാ സഞ്ചയങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ ലിംഗ്വിസ്റ്റിക് ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു അവസ്ഥയായിരുന്നു ഇറ്റലിയിലും ഉണ്ടായിരുന്നത്. ലാറ്റിൻ ഭാഷ അത് ഭരണവർഗത്തിൻ്റെ, ക്ലാസിസത്തിൻ്റെ, മതത്തിൻ്റെ ഭാഷയായി നിന്നപ്പോൾ ഇന്ത്യയിൽ ആ സ്ഥാനം വഹിച്ചത് സംസ്കൃതമായിരുന്നു. മറ്റ് സർദീനിയ പോലെയുള്ള, ഇറ്റാലിയൻ പോലുള്ള മറ്റ് ഭാഷകളോട് എപ്പോഴും തന്നെ ഒരു അധീശത്വ മനോഭാവം
പുലർത്തിക്കൊണ്ടിരുന്നു ലാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാംഷിയുടെ ഭാഷ സർദീനിയൻ ഡയലക്റ്റ് ആയിരുന്നുവെങ്കിൽ ഇറ്റാലിയൻ ഭാഷ പഠിച്ചെടുക്കുകയും എങ്ങനെ ഈ വ്യത്യസ്തമായ ജനസഞ്ചയങ്ങളെ ഏകീകരിക്കുന്നതിന് വേണ്ടി ഒരു ദേശീയ ഭാഷ ഉണ്ടാക്കുക എന്നുള്ളത് ഗ്രാംഷി അവിടെ ചിന്തിച്ചപ്പോൾ ഇവിടെ ഹിന്ദുസ്ഥാനി വഴി അത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യമാണ് ഗാന്ധി ചിന്തിച്ചത്. അതായത് ഗാന്ധി ജനിച്ചതിന് 22 വർഷത്തിന് ശേഷമാണ് ഗ്രാംഷി ജനിച്ചതെന്ന് ഓർക്കണം. ഗാന്ധി മരിക്കുന്നതിന് 11 വർഷം മുമ്പേ ഗ്രാംഷി മരിച്ചുപോയി. ഗ്രാംഷി മരിച്ചു എന്ന് പറയാം. ഒരു തരത്തിൽ അത് കൊലപാതകമാണെന്ന് നമുക്ക് പറയാൻ പറ്റും, ജയിലിലെ ശിക്ഷ അനുസരിച്ച്. ആ അർത്ഥത്തിൽ ഇവർ തമ്മിൽ ജനങ്ങളുടെ അധികാര വ്യവസ്ഥയോട് പവർ ലിറ്ററസി അഥവാ റെസിസ്റ്റൻസ് ലിറ്ററസി എങ്ങനെ നടപ്പാക്കാം എന്നാണ് ഇവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ലിറ്ററസി നമ്മുടെ ഇന്ത്യൻ സർവകലാശാലകളുടെ സിലബസുകളിലേക്കും എത്തണം എന്നുള്ള തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് ജനപ്രിയരായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കറിയാവുന്ന നേതാക്കളുടെ ഭാഷാ ദർശനത്തെ ഭാഷാശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ കണ്ണിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് എന്നാണ് തോന്നുന്നത്. ഇത്തവണ ഓണപ്പരീക്ഷയ്ക്ക് ഒരൊറ്റ മാർക്കിൻ്റെ ചോദ്യമാണ് ഭാഷാശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് മലയാളം ചോദ്യപേപ്പറിൽ ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാഷി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഭാഷാ മനോഭാവത്തെക്കുറിച്ച് ഭാഷാസ്വത്വത്തെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ്. ചില കാര്യങ്ങൾ മാഷ് വ്യക്തമായിട്ട് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 1 മണിക്കൂർ വൈകിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സംഘാടകർ തന്നതിനേക്കാൾ 10 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്, ക്ഷമിക്കുക. ആർക്കെങ്കിലും ഒരൊറ്റ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനുമുമ്പ് വിത്ത് യുവർ പെർമിഷൻ ഒരു കാര്യം കൂടി. ഇപ്പോൾ വ്യാകരണത്തിൻ്റെ ചോദ്യം വരുന്നില്ല. വ്യാകരണം എന്ന് പറയുമ്പോൾ വ്യാകരണം എന്ന് പറയുന്നതിന് അത് വ്യത്യസ്ത അർത്ഥങ്ങളുള്ളൊരു പദമാണ്. അതൊരു പോളിസെമിസ് ലാംഗ്വേജാണ്. വ്യാകരണം എന്ന് പറയുന്ന വ്യാകരണ ഗ്രന്ഥമാവാം, അത് കേരളപ്പണ്ണി ആവാം, അല്ലെങ്കിൽ റെനൻ മാർട്ടിൻ്റെ പുസ്തകമാവാം. പക്ഷേ വ്യാകരണം എന്ന് പറയുന്നത് ഭാഷയെക്കുറിച്ചിട്ടുള്ള അറിവ് കൂടിയാവാം. ഞാൻ വിശ്വസിക്കുന്നത് വ്യാകരണം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ്. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. വ്യാകരണം ഒരു എഴുതപ്പെട്ട ടെക്സ്റ്റ് അല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ബ്രെയിനിൽ നിന്ന് നിങ്ങളുടെ സഹോദരങ്ങളോട്, സഹപാഠികളോട്, മാർക്കറ്റിൽ പോകുന്ന സന്ദർഭത്തിൽ ഷോപ്പ് കീപ്പേഴ്സിനോട്, അമ്മയോട്, അച്ഛനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരെയൊക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു സോളിഡാരിറ്റിയിലൂടെ സംസാരിക്കണം, എങ്ങനെ അതീശത്തിനെതിരെ കലഹിക്കണം, ഇത്തരം ധാരണകളെ ഉണ്ടാക്കുന്ന ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് വ്യാകരണം. അങ്ങനെയാണ് നമ്മൾ ഒരു ടെസ്റ്റ് കൊടുക്കേണ്ടത്. അല്ലാതെ ഈ കേരള പാണ്ഡ്യം വെച്ചുകൊണ്ട്, അതായത് എപ്പോഴും നമ്മൾ കുട്ടികളുടെ പുസ്തകം ഇപ്പോഴും അധ്യാപകർ ചെയ്യാറുള്ളത്, അവർ കൊണ്ടുവരുന്ന കോമ്പോസിഷൻ തിരുത്തുന്നത് 200 വർഷം പഴക്കമുള്ള നിയമങ്ങൾ വെച്ചിട്ടാണ്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഭാഷ പ്രയോഗമാണെന്നും ആ പ്രയോഗം സമൂഹ മധ്യത്തിൽ നിന്നുണ്ടാകുന്നതാണെന്നും അതുകൊണ്ട് തന്നെ അത് ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണോ എന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം അത്തരം നമ്മളൊരു പിന്നോട്ട് പോക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനും തന്നെ വ്യാകരണനിഷ്ഠമാണ്. ഞാൻ പറഞ്ഞ ഈ അർത്ഥത്തിൽ, നിങ്ങൾ പറയുന്ന അർത്ഥത്തിൽ ഒരു പക്ഷേ കേരള പാണ്ഡ്യത്തിൽ നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ചോദിച്ചതെല്ലാം തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നാണ്, ജീവിത പാഠപുസ്തകങ്ങളിൽ നിന്നാണ് എന്നാണ് ഞാൻ അക്കാര്യത്തോട് മനസ്സിലാക്കുന്നത്. സോറി സാറ് നേരത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ചുരുക്കിയിട്ട് ഒരൊറ്റ ചോദ്യം മാത്രം. മാഷ് വളരെ ചുരുക്കിയിട്ട് ഉത്തരവും 2:30 ആവാനാവുന്നു, 2:15 തീർക്കണമെന്ന് നോട്ട് തന്നതാണ്. രണ്ട് വ്യക്തികൾ, 2 ആശയങ്ങൾ, അല്ലെ 2 മതങ്ങൾ, എന്തെങ്കിലും രണ്ടെണ്ണം അടുത്ത് വരികയും സഹവർത്തിത്വത്തിലൂടെ സമന്വയിച്ചിട്ട് മറ്റൊരു പുതിയൊന്നുണ്ടാകുക. ഇത് അപ്രോക്സിമേഷൻ എന്നുള്ള പറയുന്നൊരു ഇത്. യഥാർത്ഥത്തിൽ ഇത് ഗാന്ധിയുടെ ഹിന്ദുസ്ഥാനി അങ്ങനെയൊരു സംഭവമാണ്. ഇത് ആദ്യം തിരിച്ചറിയുന്നത് ഗോഡ്സെയാണ്. ഗോഡ്സെയുടെ മൊഴിയിൽ കോടതി പറയുന്നത് ഇയാളെ കൊല്ലാനുള്ള ഒരു കാരണം ബെസ്റ്റാഡ് ലാംഗ്വേജ് എന്നാണ്, അല്ലേ? ആ ഒരു ഇത് ശരിയാണ്. അപ്പം അങ്ങനെയാണല്ലേ അപ്രോക്സിമേഷൻ എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ശക്തി? അങ്ങനെയായിരിക്കാം. എന്നെ സംബന്ധിച്ച് അതിനേക്കാൾ കൂടുതൽ വലിയൊരു മാനമാണ് അത്. ഇൻക്ലൂസീവ്നെസ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഇൻക്ലൂസീവ്നെസ് ആണ്. ഈ പറഞ്ഞതുപോലെയുള്ള കോയിനേജുകൾ നമുക്ക് പ്രതിലോമ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഞാൻ ഗാന്ധിയെ തന്നെ ചൂണ്ടിക്കാണിച്ച് പറയാം. ഭഗവത്ഗീതയെ നമുക്ക് അനുകൂലമായിട്ടെടുക്കാം,
ഗാന്ധി അതോ ഇന്ത്യൻ ദേശീയതയെ ഇന്ത്യൻ ജനങ്ങളെ അടുപ്പിക്കാനുള്ളൊരു മാർഗമായിട്ട് കാണുമ്പോൾ ഹിറ്റ്ലർ എന്താണ് ചെയ്തിരിക്കുന്നത്? ഹിറ്റ്ലറുടെ ഹെൻറി അദ്ദേഹത്തിൻ്റെ രക്ഷകനായിട്ടുള്ള ആൾ 6 മില്യണോളം കൊലപാതകങ്ങൾ, നരഹത്യ ചെയ്തത് സാധൂകരിച്ചത് ഗീത വെച്ചിട്ടാണ്, ഗീത കയ്യിൽ വെച്ചുകൊണ്ടാണ് അല്ലേ? അതുപോലെ തന്നെ അദ്ദേഹം ഹിറ്റ്ലറെ ശ്രീകൃഷ്ണൻ എന്നാണ് വിശേഷിപ്പിച്ചത്. നരേന്ദ്രമോദിയെയും ശ്രീകൃഷ്ണൻ എന്ന് വിളിപ്പിക്കുന്ന ആളുകൾ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ അർത്ഥത്തിൽ എങ്ങനെയാണ് അത് എടുക്കുക? ഇൻക്ലൂസീവ്നെസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കണം എന്നാണ് എനിക്ക് ആ ചോദ്യത്തോടുള്ള പ്രതികരണം. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താമെന്ന് തോന്നുന്നു. ഭാഷയെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. മറ്റ് കാര്യങ്ങൾ പുസ്തകത്തിലേക്കൂടി മാഷ് സംസാരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാ ആളുകൾക്കും നന്ദി. ഓക്കെ, നന്ദി. അസ്സലാം. നന്ദി എല്ലാവർക്കും. നന്ദി അർപ്പിക്കാൻ വേണ്ടി ആശാമഴത്തെ ക്ഷണിക്കുന്നു. ഗാന്ധിജിയും ഗ്രാംഷിയും എന്ന വിഷയത്തെ അംഗീകരിച്ച് PM ഗിരീഷാണ് ഇവിടെ സംസാരിച്ചത്. അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സെഷനിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ അബ്ദുൽ സലാമാണ്. അദ്ദേഹത്തിന് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. സ്വാഗതം പറഞ്ഞ ശ്രീ പ്രവീൺ TKക്കും സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.